മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പഠിക്കാനുള്ള രണ്ടംഗ സമിതിയെ തള്ളി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. നേരത്തെ നിയോഗിച്ച കാർത്തികേയൻ കമ്മിറ്റി സമർപ്പിച്ച ശുപാർശകൾ തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യം. കാർത്തികേയൻ കമ്മിറ്റി വിശദ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെന്നും ലീഗ്. ബാച്ചുകൾ അനുവദിക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണെങ്കിലും പരിഹാരം വേണ്ടത് താൽക്കാലികമല്ലെന്നും മുസ്ലിം ലീഗ്. അഷ്കർ അലി കരിമ്പയുടെ വിശദാംശങ്ങളുമായി. അഷ്കർ, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചിരുന്നത് ഈ കാർത്തികേയൻ കമ്മിറ്റിയിലുള്ള ശുപാർശകളൊന്നും പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ്. ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാടെന്താണ്? നേരത്തെ തന്നെ ഈ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു പ്രൊഫസർ കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ. ഈ അന്വേഷണ കമ്മീഷൻ അടിസ്ഥാനത്തിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണെന്നും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും ഉൾപ്പെടെയുള്ള പല നിർദ്ദേശങ്ങൾ സർക്കാർ മുമ്പിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒന്നും തന്നെ ഇതുവരെ സർക്കാർ നടപ്പിലാക്കുകയോ അത് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് വിവിധ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി യോഗം ചേർന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പുതിയ ഒരു സമിതിയെ കൂടി പ്രഖ്യാപിച്ചത്. രണ്ടംഗ അന്വേഷണ കമ്മീഷനെയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ ഒന്ന് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും രണ്ടാമത്തേത് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഈ രണ്ടുപേരടങ്ങുന്ന പുതിയ സമിതിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രി നിയോഗിച്ച ഈ രണ്ടംഗ കമ്മീഷനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു പഠനം നടന്നിരുന്നുവെന്നും അതിന്റെ വിശദമായ റിപ്പോർട്ട് പ്രൊഫസർ കാർത്തികേയൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലുണ്ടെന്നും അതിന് നടപടികളാണ് നടപ്പിലാക്കേണ്ടത്. അതിന് പകരം പുതിയ കമ്മീഷനെ വീണ്ടും വെക്കുക എന്നുള്ളത് അത് നാടകത്തിന്റെ ഭാഗമാണ്, അത് അനാവശ്യ നടപടിയാണ് എന്നാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. അതിനോടൊപ്പം തന്നെ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതും ഒരു നാടകത്തിന്റെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ കമ്മീഷനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനു മുമ്പ് തന്നെ എന്തിനാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് പറഞ്ഞത്? സ്വാഭാവികമായും അത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി പ്രഖ്യാപിക്കാനുള്ളതിന്റെ ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്നാണ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം. അതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൽക്കാലിക ബാച്ചുകൾ എന്നതല്ല, ബാച്ചുകൾ അനുവദിക്കാനുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണെങ്കിലും അത്തരം താൽക്കാലിക പരിഹാരമല്ല മലപ്പുറത്തിന് വേണ്ടത്, മറിച്ച് ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് പകരം സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായുള്ള യോഗത്തിന് ശേഷം ഇത്തരത്തിലൊരു സമിതിയെ സർക്കാർ നിയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ സമിതിയെ തന്നെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വിദ്യാഭ്യാസ മന്ത്രി നിയോഗിച്ച രണ്ടംഗ സമിതിയെ തള്ളുകയാണ് മുസ്ലിം ലീഗ്. അഷ്കർ അലി കരിമ്പാണ് വിശദാംശങ്ങൾ നൽകിയത്.